ആമേൻ. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ചിന്തിച്ചായിരുന്നു. എന്തുള്ളവന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ടു മുകളിൽ പറയുന്നു, പുറത്തുള്ളവർക്ക് സകലതും ഉപമകളായി നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കോ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചു. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം. നോളജ് ഓഫ് ദ സീക്രട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതായത് ദൈവരാജ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. മർമ്മം എന്ന് പറയുന്നത് എന്താ? മറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മൾ ഈ കളരിയൊക്കെ പഠിച്ച ഒരു മർമ്മ ചികിത്സയൊക്കെ അറിയാവുന്നവർക്കും ഒരു കാര്യം അറിയാം, മർമ്മം അല്ലെ? വടക്കൻ കേരളത്തിൽ മർമ്മ ചികിത്സ ഭയങ്കര പ്രാധാന്യം. അതായത് നമുക്ക് പെട്ടെന്ന് ഒരാളുടെ മർമ്മം മനസ്സിലാവുമോ? ഇല്ല. എന്നാൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അവൻ എവിടെ തൊട്ടാലും എന്തായാലും മർമ്മമാണെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യം, ചുമ്മാ പറയുന്നതാണ്. മർമ്മങ്ങൾ അവർക്ക് മറഞ്ഞിരിക്കത്തില്ല. ഇതിനെക്കുറിച്ച് നോളജ് ഉള്ളവർക്ക് എന്ത് മറഞ്ഞിരിക്കത്തില്ല? മർമ്മങ്ങൾ മറഞ്ഞിരിക്കത്തില്ല. അതേപോലെ വേദപുസ്തകം പറയുക, കർത്താവ് പറയുക, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു. പുറത്തുള്ളവരെന്നും അകത്തുള്ളവരെന്നും രണ്ട് കാര്യം പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പുറത്തുള്ളവരും, രണ്ട് അകത്തുള്ളവരും. ഈ പുറത്തുള്ളവരെന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് അറിയാമോ? ഇസ്രായേലിനെ കുറിച്ച് തന്നെയായി പറയുന്നത്. അകത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് തന്നെ പറയുക. പുറത്തുള്ളവരെന്ന് ഇസ്രായേൽ അല്ലേ ആ ദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേലിനെ കുറിച്ച് തന്നെ പറയുക. പുറത്തുള്ളവർ, നിങ്ങൾ അകത്തുള്ളവരാണ്. അകത്തുള്ളവർക്ക് വരം ലഭിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചു. ആ വരമുള്ളവർ എന്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? സമൃദ്ധിയുണ്ടെന്ന്. വായിച്ചിട്ടേ, ഉള്ളവന് സമൃദ്ധിയുണ്ട്. ആ വരമുള്ളവനും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാവുന്നവനും സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനും ഉള്ളതുകൊണ്ട്. ആ വാക്ക് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തത്. അവന്റെ ഉള്ളതും കൂടെ തിരിച്ചെടുക്കപ്പെടുന്നു. അതായത് അവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കണ്ടെടുത്താലും എന്തൊക്കെ അധ്വാനിച്ചാലും അതെല്ലാം തിരിച്ചെടുത്താൽ അവന്റെ ജീവിതം ഒരു അർത്ഥശൂന്യമായി മാറിപ്പോകുമെന്ന് വേദപുസ്തകം അറിയാം. ഞാൻ ഇന്നലെ ഒരു ഹൗസ് എഡ്യൂക്കേഷന് ഒരു മെസ്സേജ് എടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടപ്പോ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ഈ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ഏൽപ്പിക്കുക. എന്താണെന്ന് അറിയാമോ? തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും. രണ്ട് കാര്യം ഏൽപ്പിച്ചത്. തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും. തോട്ടം കാക്കുകയും തോട്ടത്തിൽ വേല ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം പറയുക, ഇതിനകത്തുള്ള സകല ഫലവൃക്ഷത്തിന്റെയും ഫലങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഏത്? തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സകല ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ നടാത്ത, നിങ്ങൾ നനയ്ക്കാത്ത ഈ വൃക്ഷങ്ങളിൽ നിന്നുള്ള സകല ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം. എന്നാൽ മനുഷ്യൻ ആ ചോയ്സ് തള്ളിക്കളഞ്ഞിട്ട് അവൻ എവിടെ പണിയെടുക്കാൻ ഇറങ്ങിയെന്നറിയാമോ? മണ്ണിൽ പണിയെടുക്കാൻ ഇറങ്ങി. ആ മണ്ണിനെ കുറിച്ച് കർത്താവ് പറയുക, ഈ മണ്ണ് നിനക്ക് അനുഗ്രഹമല്ല തരുന്നത്, മറിച്ച് നീ ഇവിടെ അഹോരാത്രം പണിയെടുക്കും, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. പക്ഷെ ഈ മണ്ണ് നിനക്ക് തിരിച്ചു തരുന്നത് എന്തായിരിക്കും? മുള്ളും പറക്കാരും. മനുഷ്യൻ ദൈവത്തിന്റെ തോട്ടത്തിലെ വേല മടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തോട്ടത്തിലെ വേല വേണ്ട എന്ന് വെച്ച് നശിച്ചു പോകുന്ന മണ്ണിൽ പണിയെടുക്കുവാൻ താല്പര്യപ്പെട്ടു. അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും ഇതാ അവസ്ഥ. ദൈവത്തിന്റെ തോട്ടത്തിൽ സകല ഫലങ്ങളുണ്ട്. നീ നടാത്ത, നീ നനയ്ക്കാത്ത, നീ വളം ചെയ്യാത്ത, നിന്റെ അനന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ അവിടെ നിൽക്കുമ്പോഴാ മനുഷ്യൻ ആ നന്മ വേണ്ടെന്ന് വെച്ച് മരണം ഫലം കായ്ക്കുന്ന ഈ മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. മരണത്തിന്റെ മണ്ണിനെ മനുഷ്യൻ തിരഞ്ഞെടുത്തത്. ഇന്ന് വൈകുന്നേരയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തോട്ടമോ, ജീവന്റെ തോട്ടമോ, ജീവവൃക്ഷത്തിന്റെ ഫലം തരുന്ന തോട്ടമോ, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം തരുന്ന തോട്ടമോ, നിങ്ങളുടെ പ്രവൃത്തിയെ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ തോട്ടമോ, അതോ മരണവും മുള്ളും പറക്കാരെയും നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഈ ലോകത്തിന്റെ മണ്ണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതെല്ലാം, ഈ ലോകത്തിലെ സകല മനുഷ്യനും തിരഞ്ഞെടുക്കുന്നത് ഈ മണ്ണിന്റെ ഫലമാണ്. അത് നാശത്തിലേക്കും മരണത്തിലേക്കും വേദപുസ്തകം പറയും. കാരണം ഈ ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ അകത്ത് വെളിപ്പെടാതെ വേണം. അങ്ങനെയാ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മർമ്മം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരാതെ വേണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസി
അറിയാമെന്നിരിക്കെ അതിനെ ഫോളോ ചെയ്യാതെ, അതിന്റെ പുറകെ പോകാതെ, നശിച്ചു പോകുന്ന മണ്ണ് മുള്ളും പറക്കാരെയും മറുപടി തരുന്ന, മുള്ളും പറക്കാരെയും റിട്ടേൺസ് തരുന്ന ഈ ലോകത്തിന്റെ മണ്ണിൽ ജോലി എടുക്കാൻ മനുഷ്യൻ താല്പര്യമാകും. ആമേൻ. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ശാപത്തിന്റെ മണ്ണിൽ പണിയെടുക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ തോട്ടത്തിന്റെ പണിക്കാരനാകാൻ വേണ്ടിയിട്ടാണ്. അവിടെയാ അനുഗ്രഹവും, അവിടെയാ നന്മയും, അവിടെയാ ദൈവത്തിന്റെ സമൃദ്ധിയൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുക. അവിടെയാണ് എന്താ സമൃദ്ധി? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളുടെ അറിവുള്ളവനാ സമൃദ്ധിയുള്ളവൻ. അവന് സന്തോഷത്തിന് സമൃദ്ധി ഉണ്ടാകും, സമാധാനത്തിന് സമൃദ്ധി ഉണ്ടാകും. അതിലൊക്കെ അപ്പുറമായിട്ട് അവന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകും. യേശു കർത്താവ് പറയാ, ഇവർ ഇത്രയൊക്കെ ഉച്ചി കുത്തി പണിയെടുത്താൽ, മനുഷ്യനോട് ക്ഷമിക്കുക, നീ എത്ര ഉച്ചി കുത്തി പണിയെടുത്താലും, നീ എത്ര മക്കളെ വളർത്തിയാലും, നീ എത്ര നിന്റെ സ്റ്റാൻഡേർഡ് മുന്നോട്ട് കൊണ്ടുപോയാലും, നീ മണ്ണിൽ നിന്ന് ഒരുക്കപ്പെട്ടവരാ. നിന്റെ അവസാനം മണ്ണിൽ അവസാനിക്കും. നീ പണിയെടുക്കുന്നത് മണ്ണിലാണ്. നിന്റെ ആഗ്രഹം മണ്ണിനോടാ, നിന്റെ ആഗ്രഹം ശാപത്തോടാ, നിന്റെ മനസ്സ് കിടക്കുന്ന ശാപത്തോടാ. നീ പറയുക, അതാ നിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നീ ഒഴുകിപ്പോകും. ഏതാണോ അനുഗ്രഹമെന്ന് നീ വിചാരിച്ചത്, ഏത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞിട്ടാണോ നീ മണ്ണിലേക്ക് പണിയെടുക്കാൻ പുറപ്പെട്ടത്, ആ മണ്ണ് തന്നെ നിന്റെ അവസാനമായി മാറും. നീ ഏതിനാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഏതാണ് നിനക്ക് റിട്ടേൺസ് തരുമെന്ന് നീ നിന്റെ ഹൃദയത്തിൽ വിചാരിച്ചിരിക്കുന്നത്, ആ വിചാരിച്ചിരിക്കുന്ന മണ്ണിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകും. നിന്റെ ജീവിതം ഒരു വലിയ സീറോയായി മാറും. എത്ര കഷ്ടപ്പെട്ടാലും, എത്ര ഓടിയാലും, എത്ര ചാടിയാലും, എത്ര ഓവർടേക്ക് ചെയ്താലും, അവസാനം കാച്ചി കുറുക്കി നോക്കുമ്പോ നമ്മുടെ ജീവിതം എന്തായി മാറുന്നത്? സീറോയായി മാറുമെന്ന്, മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു ലോകം വാഗ്ദാനം ചെയ്ത മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്ത് തന്റെ മക്കളെ മിസ്രൈമിലാക്കി വെച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് തന്റെ വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്ന നന്മകളും സമൃദ്ധിയുമുള്ള ദൈവം നട്ടുപിടിപ്പിച്ച, അല്ലെങ്കിൽ അവന്റെ കൈ നടാത്തതും അവന്റെ കൈ നനയ്ക്കാത്തതുമായ നല്ലൊരു തോട്ടം പോലെയുള്ള കാനാൻ ദേശത്തേക്ക് തന്റെ മക്കളെ യാത്ര തിരിപ്പിച്ചു. ഇറങ്ങുന്ന സമയത്തും അവിടെ ചെന്നതിന് ശേഷവും അവർ അനുവർത്തിക്കുന്ന ചില ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു. ദൈവം ഇടവിടാതെ മോശയിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ എന്റെ പ്രിയ സഹോദരങ്ങളെ, രണ്ടുപേരൊഴികെ മറ്റാർക്കും അതിന്റെ മർമ്മം മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരൊഴികെ ബാക്കി 39,39,998 പേർക്കും ദൈവരാജ്യത്തിന്റെ മർമ്മം മനസ്സിലായില്ല. ദൈവം ഒരുക്കി വെച്ചതിന്റെ മർമ്മം മനസ്സിലായില്ല. ഇറങ്ങിയവർ ഒരുമിച്ച സ്വർണവും വളയും പണമൊക്കെ വാങ്ങിക്കൊണ്ട് ഇറങ്ങിയത് ഒരുമിച്ച കാളപ്പക്ഷിയെ കിട്ടിയത്, ഒരുമിച്ച മന്ന കഴിച്ചത്, ഒരുമിച്ച ഒരുമിച്ച തീക്കൽ പാറയിൽ നിന്നുള്ള ജലം കഴിച്ചത്, ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴാ മുമ്പിൽ അഗ്നിസ്തംഭവും, പകൽ അഗ്നിസ്തംഭവും, രാത്രി മേഘധൂളുമായി നിന്നത്, രാത്രിയിൽ അഗ്നിസ്തംഭവും, പകൽ മേഘധൂളുമായി നിന്നത്. അവർ ഒരുമിച്ച്. പക്ഷെ അവരിലാരും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? ദൈവരാജ്യത്തിന്റെ ദൈവം ഒരുക്കിയിരിക്കുന്നതിന്റെ മർമ്മം അകത്ത് കത്തിയില്ല. ദൈവം ഒരുക്കിയിരിക്കുന്നതിന്റെ മർമ്മം അകത്ത് വെളിപ്പെടുവാൻ കഴിയില്ല. വെളിപ്പെട്ടത് രണ്ടേ പേരാ. ആ വെളിപ്പെട്ടവർ അവരുടെ പ്രവൃത്തി കാണുന്നു അറിയാം, അവരുടെ വെളിപ്പാടിൽ യാതൊരു. ഹല്ലേലൂയ. ദേശം ഉറ്റു നോക്കാൻ വേണ്ടി ഒരുത്തനിക്ക് 4 പേരുണ്ട്. ബാക്കിയെല്ലാം ഒരു മെജോറിറ്റി പറഞ്ഞു നമുക്കത് അവകാശമാക്കാൻ പറ്റത്തില്ല. അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെ എത്ര എന്ന് തോന്നുന്നു. വെളിപ്പാടില്ലാത്തവൻ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. വെളിപ്പാടില്ലാത്തവൻ കംപ്ലീറ്റ് പുറമോട്ട് ഓടിക്കൊണ്ടിരിക്കും. വെളിപ്പാടില്ലാത്തവൻ കംപ്ലീറ്റ് ദൈവസന്നിധിയിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കും. അവൻ ഉറപ്പില്ല അവന്റെ വാഗ്ദത്ത ദേശം അവകാശമാക്കുമെന്ന്. വെളിപ്പാടുള്ള 2 പേര് പറഞ്ഞു, ദൈവത്താൽ ദേശം കൈവശമാക്കും. വെളിപ്പാടുള്ളവന്റെ യാത്ര മുടങ്ങിയിട്ടില്ല. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടുള്ളവന്റെ യാത്ര മുടങ്ങിയിട്ടില്ല. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടുള്ളവനെ തടയുവാൻ ആർക്കും പറ്റിയിട്ടില്ല. വെളിപ്പാടുള്ളവൻ മുമ്പോട്ട് കടന്നു പോയപ്പോ യോർദാൻ അവനെ തടയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യെരിഹോ മതിലിൽ അവനെ തടയാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ യാത്ര മുടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എവിടെങ്കിലും ചുറ്റിപ്പോകരുത്. ഹല്ലേലൂയ. എവിടെങ്കിലും ചുറ്റിപ്പോകുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവിക വെളിപ്പാടിനായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവമേ, സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടുകൾ എന്റെ അകത്ത് കത്തിത്തുടങ്ങണം. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടുകളെ നിങ്ങളെ സമൃദ്ധി
സമൃദ്ധിയിലേക്ക് നയിക്കത്തുള്ളൂ. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടാ നിന്റെ സങ്കടം പൂർണ്ണമായി മാറ്റുന്നത്. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടാ നിന്റെ വേദന പൂർണ്ണമായി മാറ്റുന്നത്. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ തലയിൽ കൈവച്ചാൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ തലയിൽ കൈവച്ചാൽ അല്പനേരം നിനക്കൊരു അല്ലെങ്കിൽ വിടുതൽ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഈ പാസ്റ്റർമാരൊക്കെ പെയിൻ കില്ലേഴ്സാണ്. യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് അതേ പറ്റും. നിങ്ങളുടെ ജീവിതത്തിന് സ്ഥിരമായ ഒരു ഉറപ്പ് നൽകാൻ ഒരു പാസ്റ്ററെ കൊണ്ടോ ഒരു പുരോഹിതനെ കൊണ്ടോ ഒരാളെ കൊണ്ടോ പറ്റില്ല. ഒരു വേദന പറയുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഒരു പെയിൻ കില്ലർ. മനസ്സിലായില്ലേ? ആളുകൾക്ക് താല്പര്യം പെയിൻ കില്ലേഴ്സിനെയാണ്. ശരിയില്ലേ? നമുക്ക് പെട്ടെന്നൊരു വേദന വരുമ്പോൾ ആ അസുഖത്തിന്റെ കാരണമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാരണത്തിലല്ല നമ്മൾ